യു ആർ യുവർ റിച്വൽസ്. നിങ്ങൾ എന്തനുഷ്ഠിക്കുന്നുവോ അതാണ് നിങ്ങൾ. നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളുടെ ആകത്തുകയാണ് നിങ്ങൾ. നിങ്ങളുടെ ലൈഫിൽ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ലൈഫിൽ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ റിച്വൽസിനെ മാറ്റുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ മാറ്റിയെടുക്കുക. അതായത് റിച്വൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ചെയ്യുക എന്ന് മാത്രമല്ല, സ്ഥിരമായി ചിന്തിക്കുന്ന കുറേ ബിഹേവിയർ പാറ്റേൺസ്, സ്ഥിരമായി പെരുമാറുന്ന കുറേ പാറ്റേൺസ്, നമ്മൾ ചെയ്യുന്ന, ആകുന്ന, ചിന്തിക്കുന്ന കുറേ കാര്യങ്ങൾ. ലോ ഓഫ് അട്രാക്ഷൻ സംഭവിക്കുന്നത് നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നേടുന്നതിലല്ല. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്തായിരിക്കുന്നുവോ അതിനെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ അനുഷ്ഠാനങ്ങളാണോ? നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളാണോ? നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളാണോ? ആണെങ്കിൽ അത് ഓരോന്നും മാറേണ്ടതാണ്. ആ മാറ്റം അനിവാര്യമാണ്. കാരണം ആ മാറ്റമില്ലാതെ ലൈഫ് ഉണ്ടാവുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇന്നലെ വരെ ജീവിക്കുന്നത് എങ്ങനെയാണോ അതൊന്ന് നിരീക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതിനൊരു കോമൺ പാറ്റേൺ ഉണ്ടായിരിക്കും. നമ്മളെ ഈ ജീവിതത്തിനൊരു കോമൺ ശൈലി ഉണ്ടാവും. അൺഫോർച്ചുനേറ്റ്ലി, ദൗർഭാഗ്യവശാൽ ഭൂരിഭാഗം ആളുകളും ഈ കോമൺ പാറ്റേണിൽ അങ്ങനെ ആവർത്തിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? നിരീക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ചിലർ പറയും എൻ്റെ റിസൾട്ട് മാറുന്നില്ല. റിസൾട്ട് എങ്ങനെ മാറും? ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എങ്ങനെയാണ് വ്യത്യസ്തമായ റിസൾട്ട് ഉണ്ടാവുക? ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ എവിടെയാണ് വ്യത്യസ്തമായ റിസൾട്ട് ഉണ്ടാവുക? നമ്മൾ എപ്പോഴും ഒരേപോലെ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നാൽ എവിടെയാണ് വ്യത്യസ്തമായ റിസൾട്ട് ഉണ്ടാവുക? അപ്പോൾ നമ്മൾ മാറേണ്ടത് അവിടെയാണ്. നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റണം. അതൊരു റിച്വൽസ് പുതിയതായി ഉണ്ടാക്കിയെടുക്കണം. അനുഷ്ഠാനങ്ങളെല്ലാം മാറ്റാം. നമ്മൾ പുതുതായി ഉണ്ടാക്കിയെടുക്കുന്ന അനുഷ്ഠാനങ്ങൾ മനസ്സിലുണ്ടാക്കിയെടുക്കണം. എന്തായിത്തീരണം എന്ന് മനസ്സിൽ ഉറപ്പിച്ച്, എന്ത് വേണം ജീവിതത്തിൽ നിന്ന് മനസ്സിൽ ഉറപ്പിച്ച് അതിനനുസരിച്ച് ജീവിതത്തെ റീഫ്രെയിം ചെയ്യണം. അങ്ങനെ റീഫ്രെയിം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ റിച്വൽസ് മാറാൻ തുടങ്ങും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ റിച്വൽസിനെ മാറ്റാൻ ശ്രമിക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ബിസിനസ് മാനാണ്. നിങ്ങളുടെ ലാഭവിഹിതം എല്ലാ വർഷവും ഒരേപോലെയാണ്. വലിയ പുരോഗതിയൊന്നും നിങ്ങളുടെ ലാഭത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. എന്തായിരിക്കും കാരണം? നിങ്ങളുടെ പാറ്റേൺ നിരീക്ഷിക്കണം. എന്താണ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന പാറ്റേൺ? എല്ലാ തവണയും നിങ്ങളുടെ ക്യാഷ് ഫ്ലോ ഉൾപ്പെടെ നിങ്ങൾ ഫോളോ ചെയ്യുന്നൊരു സ്ഥിരം പാറ്റേൺ ഉണ്ടാവും. അത് റിച്വലാണ്. അത് മാറ്റാതെ ഒരിക്കലും നിങ്ങളുടെ ബിസിനസ് വളരില്ല. ഒരു വിദ്യാർത്ഥിക്ക് മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ വിദ്യാർത്ഥി ആ പാറ്റേൺ നിരീക്ഷിക്കണം. ഒരാളുടെ ജീവിതത്തിൽ എപ്പോഴും നഷ്ടങ്ങളും അല്ലെങ്കിൽ ആളുകൾ പിരിഞ്ഞു പോകുക ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാറ്റേൺ നിരീക്ഷിക്കണം. നമ്മുടെ പാറ്റേൺ ആണ് നമ്മളെ പറ്റിക്കുന്നത്. ആ പാറ്റേൺ കൃത്യമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, ആ റിച്വൽസിനെ വേണ്ട വിധത്തിൽ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് മനോഹരമായി മാറ്റിയെടുക്കാൻ കഴിയും. അതിന് ഇന്ന് തന്നെ ചെയ്യേണ്ടതാ, നിങ്ങളുടെ പാറ്റേൺ ഒബ്സർവ് ചെയ്യൂ. നിങ്ങളുടെ ഓരോ പാറ്റേൺ ഒബ്സർവ് ചെയ്യൂ. നിങ്ങളുടെ സംഭവം ഒരേപോലെ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരേപോലെയാണ്. അപ്പോൾ ആ ഒരേപോലുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് അതെന്തുകൊണ്ട് ഒരേപോലെ, സാഹചര്യങ്ങൾ മാറി, വ്യക്തികൾ മാറി, പക്ഷെ സംഭവങ്ങൾ ഒരേപോലെയാണെങ്കിൽ നിരീക്ഷിക്കുക നിങ്ങളുടെ പാറ്റേണിനെ, നിങ്ങളുടെ റിച്വൽസിനെ.